ഓജോ ബോർഡിൽ ശരിക്കും ആത്മാവുണ്ടോ? നമുക്ക് നോക്കാം. ഭൂതം, പ്രേതം, പിശാച്, ആത്മാവ്, ഈ സങ്കല്പങ്ങളെ കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും. മനുഷ്യരുടെ സങ്കല്പത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യവും കൗതുകവും മനുഷ്യ സഹജമാണ്. അത്തരം സഹജവാസനകൾക്ക് പുതിയ ആകാശങ്ങൾ തുറന്നുകൊടുക്കുന്ന നിരവധി മിത്തുകളും നമുക്ക് ചുറ്റുമുണ്ട്. മന്ത്രവാദം, താന്ത്രിക വിദ്യകൾ, നാഡീജ്യോതിഷം എന്നു തുടങ്ങി കൈരേഖാശാസ്ത്രവും ചീട്ടെടുക്കുന്ന തത്തയെയും വരെ വിശ്വസിക്കാൻ മടിയില്ലാത്ത നല്ലൊരു ശതമാനം ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. ഓജോ ബോർഡും അത്തരം ഒരു ടൂളാണ്, ആത്മാക്കളോട് സംവാദിക്കാനുള്ള ഒരു മാർഗം. ഓജോ ബോർഡിന്റെ യഥാർത്ഥ ചരിത്രം ആ ഗെയിമിനോളം തന്നെ നിഗൂഢമാണ്. ഓജോ ചരിത്രകാരനായ റോബർട്ട് മർച്ച് 1992 മുതൽ ബോർഡിന് പിന്നിലുള്ള ഗവേഷണത്തിൽ മുഴുകിയ വ്യക്തിയാണ്. അമേരിക്കൻ സംസ്കാരത്തിൽ ഭയവും അത്ഭുതവും ഒരുപോലെ ഉളവാക്കുന്ന ഐതിഹാസികമായ കാര്യമാണിത്. എന്നാൽ ഇതെവിടെ നിന്നുമാണ് വന്നതെന്ന് ആർക്കും അറിയില്ല. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധപ്പെടാൻ കഴിയുമെന്ന് US-ലെ ഒരു വിഭാഗം വിശ്വസിച്ചിരുന്നു. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന വിശ്വാസത്തിൽ നിന്നാവും ഒരു പക്ഷേ ഓജോ ബോർഡിന്റെ ഉത്ഭവം. അമേരിക്കയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആഭ്യന്തര യുദ്ധ സമയത്ത് സമൂഹത്തിലെ ഇത്തരം വിശ്വാസങ്ങൾക്ക് ആഴത്തിൽ വേരുകൾ ഉണ്ടായിരുന്നു. യുദ്ധത്തിന് പോയവരും ഒരിക്കലും വീട്ടിൽ തിരിച്ചെത്താത്തവരുമായ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കിടയിൽ ഒരു മാജിക് ടൂൾ എന്ന പോലെ ഓജോ എത്തി. മരിച്ചവരുമായി ആശയവിനിമയം നടത്തുക എന്നത് സാധാരണമായിരുന്നു. അന്നത് വിചിത്രമായി ആരും കണ്ടില്ല. സമചതുര രൂപത്തിലുള്ള ബോർഡിൽ A to Z വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരമാലകൾ കാണും. ഒപ്പം 1 മുതൽ 0 വരെയുള്ള അക്കങ്ങളും യെസ്, നോ എന്നും പ്രത്യേക രൂപപ്പെടുത്തിയ കളങ്ങളും. നടുക്കുള്ള പോയിന്റിൽ നാണയം വെച്ച് ആത്മാവിനെ പതിയെ വിളിക്കുക എന്ന രീതിയാണ് ഓജോ ബോർഡിൻ്റെത്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന അഭ്യർത്ഥനയെ തുടർന്ന് ആത്മാവ് എത്തുകയും നാണയം ഇളകി തുടങ്ങുകയും ചെയ്യുമെന്നാണ് അവകാശവാദം. ഓജോ ബോർഡിനെ കുറിച്ച് കൃത്യമായി പഠിക്കാതെ കളിക്കുന്നത് ആപത്ത് വരുത്തിവെക്കുമെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ വ്യക്തമാക്കുന്നു. അറിവില്ലാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേടി ഉപബോധ മനസ്സിനെ ബാധിക്കുകയും പലവിധ മാനസിക വിഭ്രാന്തികളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് അവർ മുന്നറിയിപ്പ് തരുന്നു. ഓജോ ബോർഡ് കളിക്കുമ്പോൾ ചിലർക്ക് പ്ലാൻചേർട്ട് അനങ്ങുന്നതായി തോന്നുന്നത് അവരുടെ മനസ്സിന്റെ വിഭ്രാന്തി മൂലമാണ്. പലപ്പോഴും മെഴുകുതിരിവട്ടത്തിലാണ് ഈ കളി അരങ്ങേറുന്നത്. ആ അന്തരീക്ഷവും ആളുകളുടെ മാനസിക നിലയെ സ്വാധീനിക്കും. ഹോമം, കൂടോത്രം, മന്ത്രവാദം എന്നിവയ്ക്ക് സമാനമായൊരു അന്തരീക്ഷമാണ് ഇവിടെയും രൂപപ്പെടുക. എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും നേരിയ ഉൾഭയം തോന്നിയാൽ മതി, ചുറ്റുമുള്ളതെല്ലാം പേടിപ്പിച്ചു തുടങ്ങും. ഇരുട്ട്, ഓജോ ബോർഡിന്റെ സാന്നിധ്യം, ചെറുപ്പം മുതൽ കേട്ടുകേട്ട മനസ്സിൽ പതിഞ്ഞുപോയ ഭൂതപ്രേത കഥകൾ, ഇവയെല്ലാം കൂടിച്ചേരുമ്പോൾ ഒട്ടുമിക്ക മനുഷ്യർക്കും അവരുടെ മനസ്സിനുമേലുള്ള നിയന്ത്രണം അവരറിയാതെ കൈവിട്ടുപോകും. ഇതാണ് ഓജോ ബോർഡിന്റെ രീതി.